UDFിന്റെ LDF BJP ഡീൽ ആരോപണം പരാജയഭീതി മൂലമെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP. നിലമ്പൂരിൽ A+ വിഷനുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ 1991 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ UDFും BJPയും തമ്മിലുള്ള അന്തർധാര വ്യക്തമാകും. 2016-ൽ നേമത്ത് BJP അക്കൗണ്ട് തുറന്നപ്പോൾ അവിടെ UDF വോട്ട് ചോർച്ച കണ്ടതാണ്. തൃശൂരിൽ സുരേഷ് ഗോപി അക്കൗണ്ട് തുറന്നപ്പോൾ UDF 3-ാം സ്ഥാനത്തായിരുന്നു. ഇവിടെ വലിയ വോട്ട് ചോർച്ചയുണ്ടായി. എന്നാൽ LDFന് വോട്ട് വർധനമാണ് ഉണ്ടായത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയതോടെ പരാജയഭീതി മുന്നിൽ കണ്ടാണ് UDFിന്റെ LDF BJP ഡീൽ ആരോപണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അനുഭവങ്ങളുണ്ട്. 91 മുതലുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായി തന്നെ ആര് തമ്മിലാണ് ഡീൽ എന്നുള്ളത് നിരവധിയായ ഉദാഹരണങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുള്ളതാണ്. ഒരു സന്ദർഭത്തിലും ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിൽ പോലും ഇന്ന് വരെ ഇടതുപക്ഷം BJPയുമായി അത്ര ഒരു ധാരണ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ നിയമസഭയിലും പാർലമെന്റിലും പഞ്ചായത്തിലും എല്ലാം വ്യത്യസ്ത ഘട്ടങ്ങളിലായി നിരവധി തവണ പരസ്യമായി തന്നെ മുന്നണി ഉണ്ടാക്കിയ ആളുകളാണ് UDFിന്റെ ആളുകൾ. ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജയിച്ച സീറ്റുകൾ നോക്കിയാൽ നേമത്ത് രാജഗോപാല് ജയിച്ചപ്പോൾ തോറ്റപ്പോഴുള്ള വോട്ടിന്റെ കണക്ക് നോക്കിയാൽ ആരുടെ വോട്ടുകളാണ് ഷിഫ്റ്റ് ചെയ്തതെന്ന് കൃത്യമായി നോക്കിയാൽ അറിയാം. ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന് മുമ്പ് കിട്ടിയതിനേക്കാൾ 16,000 വോട്ട് വർദ്ധിക്കുമ്പോൾ UDFിന് അതിന് മുമ്പ് കിട്ടിയതിനേക്കാൾ 85,000 വോട്ട് കുറയുന്നു. കൃത്യമായ കണക്കാണ് നമ്മൾ മുമ്പിൽ സംസാരിക്കുന്നത്. വെറുതെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ വസ്തുതകൾ വിശദീകരിക്കണം. എന്തുകൊണ്ട് 85,000 വോട്ട് UDFിന് നഷ്ടപ്പെട്ടു? ആ നഷ്ടപ്പെട്ട വോട്ട് ആർക്കാണ് വർദ്ധിച്ചത്? അത് 15,000 വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടി, 70,000-ഓളം വോട്ട് BJPക്കും കിട്ടിയപ്പോഴാണ് 74,000 വോട്ടിന് BJPയുടെ സ്ഥാനാർത്ഥി തൃശ്ശൂർ ജയിക്കുന്നത്. തീർച്ചയായും അത് ഓരോ മണ്ഡലങ്ങളിലും അവർ പരാജയപ്പെടുമെന്ന് മുൻകൂട്ടി കാണുമ്പോൾ അതിനെ മറികടക്കാനുള്ള മുൻവിധിയോട് കൂടിയിട്ടുള്ള ധാരണ ഉണ്ടാക്കുകയാണ്. അത് പരാജയഭീതി കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ ഓരോ മണ്ഡലങ്ങളിലും സമാനതയില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഈ 10 വർഷക്കാലം കൊണ്ട് നടപ്പാക്കിയിട്ടുള്ളത്. BJPക്കെതിരെ സംസാരിക്കാത്ത കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രസംഗിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ BJP UDF അന്തർധാര വ്യക്തമാണ്. 10 വർഷം പ്രതിപക്ഷ നേതാവ് പോലും ആകാതിരുന്ന രാഹുൽ ഗാന്ധി ഇടതു പാർട്ടികൾ ഉൾപ്പെടെ 28 പാർട്ടികൾ ചേർന്ന് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയപ്പോഴാണ് പ്രതിപക്ഷ നേതാവായതെന്ന കാര്യം മറക്കരുതെന്നും PP സുനീർ പറഞ്ഞു. ഇന്ത്യ മുന്നണി ഉണ്ടാകുന്നത് ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. അത് ഇപ്പോൾ ഉണ്ടായതല്ല, കുറെ വർഷങ്ങളായിട്ട് ആ രീതിയിൽ തന്നെ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധിയാണത് ചിന്തിക്കേണ്ടത്. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കെതിരെ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട രാഷ്ട്രീയ മര്യാദകളുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇപ്പൊ ഇന്നലെ മല്ലികാർജുൻ ഖാർഗെ വന്നിട്ടും BJPയുമായി ഇടതുപക്ഷ ഡീലാണെന്നാണ് ഖാർഗെയുടെ പ്രസംഗിക്കുന്നത്. എന്നാൽ പാർലമെന്റിൽ ഞങ്ങൾക്ക് ഡീൽ ഉണ്ടാക്കാമല്ലോ. എന്തിനാണ് ഞങ്ങൾ കോൺഗ്രസിനെ പിന്താങ്ങാൻ പോകുന്നത്? പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതെ 10 വർഷം ഇരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർലമെന്റിൽ. 2024 എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സാധിച്ചത്? ഈ 28ഓളം വരുന്ന പാർട്ടികളെ കൂട്ടിച്ചേർത്ത് ഇന്ത്യ മുന്നണി ഉണ്ടാക്കി ഇടതുപക്ഷം ഉൾപ്പെടെ അതിനോടൊപ്പം നിന്നതുകൊണ്ടാണ് ഇന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഇരിക്കുന്നത്. ആ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ചോദിക്കുന്നത് ED എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ മുദ്രാവാക്യം അത് യാഥാർത്ഥ്യമാക്കുന്ന പടിയാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസ് നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 10 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ, മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.